ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പുഡിങ്ങാണ് ഇത്. ജലാറ്റിൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാല് നല്ല തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തിളപ്പിച്ച പാല് തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് ജലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർക്കാം. ഈ തിളച്ച പാലായതുകൊണ്ട് ജലാറ്റിൻ ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ടങ്ങ് മെൽറ്റായി കിട്ടും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ ജലാറ്റിനൊക്കെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്ത ശേഷമാണ് 1 കപ്പ് ഉള്ളത്. അപ്പോൾ ഇതേപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. സ്റ്റിഫ് പീക്സ് ആക്കി എടുക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ ബ്രൗൺ കളറ് പാകമില്ലാതെ ഒന്ന് ചിരകി എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ പാലും കണ്ടൻസ്ഡ് മിൽക്കും ജലാറ്റിനും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർക്കാം. അത് നല്ല ചൂടോടുകൂടി ചേർക്കരുത്. ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചൂടോടെ ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ പാലിൻ്റെ ആ മിക്സ് ഫുള്ളും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ബൗളാണെങ്കിൽ ബൗൾ എടുക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലൊക്കെയുള്ള ഏതെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ, ഗ്ലാസിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ഞാൻ ഇതേപോലുള്ള ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 ചെറിയ ബൗളും എടുത്തിട്ടുണ്ട്. പുഡിങ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. ഇതിലേക്ക് മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ കോക്കനട്ട് ബോൾസ് ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് മുകളിലായിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ മതി. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോക്കനട്ട് ബോൾസ് വെച്ച് കൊടുക്കാം. ഓരോ ചോക്ലേറ്റിൻ്റെ പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുഡിങ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഇത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.